PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും. അതിന്റെ ഉത്തരവാദിത്തം എടുക്കാം. ആരാ പറയുന്നത്? ഈ UDF ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞത്? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ പിന്നെ ഒരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല വ്യക്തിപരമായിട്ട്. പിന്നെ ഞാൻ ഇനി അതിലേക്കില്ല. ഞങ്ങളോട് പറയാം, ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. VD സതീശൻ മാത്രമല്ല, ആ VD സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി PV അൻവറിൻ്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനിനിയില്ല, UDF ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF ഞാനില്ല. പ്രഖ്യാപിത നയമാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായം, നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് ശേഷിയില്ല. അരുൺ അമർനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇതിപ്പോ VD സതീഷിനോടും പോരാട്ടമില്ലെന്ന് പറയുന്നത്. VD സതീഷിന് തന്നോട് വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല. അതിന്റെ പിന്നിൽ മറ്റൊരു ശക്തിയാണ് താനില്ലാതെ ഇവിടെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന ഒരു നിലപാടുമായി VD സതീഷിന് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നാണ്. ഇത് ഈ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമോ, അതോ ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് സാധ്യതയുണ്ടോ? ദിവിഷ്, മാധു, എന്തായാലും അനിശ്ചിതങ്ങൾക്ക് തൽക്കാലം വിരാമം. PV അൻവർ നിലപാട് വ്യക്തമാക്കുകയാണ്, നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. UDFനൊപ്പവുമില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നിസ്സഹായാവസ്ഥ അൻവറിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. UDFനൊപ്പമില്ല എന്ന് പറയുന്നത് താൻ നേരിട്ട വിശ്വാസവഞ്ചനയെ തുടർന്നാണ്. ഇത്തരം നിരന്തരമായി ഒരു സമയം മുന്നിലുണ്ടായിരുന്നു. പക്ഷേ യാതൊരുവിധ ഒരു അനുകൂല സമീപനവും UDFന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഒപ്പം തന്നെ വിശ്വാസവഞ്ചനയും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയാണ് അൻവറിന്റെ അമ്പുകളെല്ലാം തന്നെ. പ്രതിപക്ഷ നേതാവ് ഒരാളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആരോപണം ഒളിയമ്പായും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അൻവറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നത് നിലവിൽ അതിനുള്ള ശേഷിയില്ല, പണമില്ല എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നും പറഞ്ഞത്. ദിവിഷ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതൊരു പ്രഖ്യാപിത നിലപാടായി താൽക്കാലികം മാത്രമാകുമോ? ഇനിയും 2 ദിവസം കൊണ്ട് പത്രിക സമർപ്പിക്കാൻ അൻവറാണ്. അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു ഒറ്റ ബുദ്ധി എന്ന പ്രയോഗത്തിനോടൊക്കെ ചേർന്ന് നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അൻവർ. അത്തരത്തിലുള്ള മാറ്റങ്ങൾ അൻവറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അൻവർ എന്തായാലും ഒരു അനിശ്ചിതത്വത്തിന് അവസാനം ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. UDFനൊപ്പവുമില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല. ഒരു ചോദ്യത്തിന് ഉത്തരം അവസാനം ഇടുമ്പോഴും VD സതീഷ് വ്യക്തിപരമായി തന്നോട് എതിർപ്പില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഒരു സാധ്യത തുറന്നിടുകയാണോ എന്ന് സംശയം. പക്ഷേ VD സതീഷ് നയിക്കുന്ന മുന്നണിയിലേക്ക് ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 2 ദിവസം കൂടി, തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വരെ നമുക്ക് കാത്തിരിക്കാം. അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് ആഹ്വാനം ചെയ്യും എന്നത് സംബന്ധിച്ച്.